വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ SSLC അല്ലെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ജോലികളിൽ ഒന്നായിട്ടുള്ള SSC MTSൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം MTS എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. SSC നടത്തുന്ന 3 പ്രധാനപ്പെട്ട എക്സാമുകളായിട്ടുള്ള CGL, CHSL, MTS. CGL ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ എക്സാമാണ്. ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മുകളിൽ ക്വാളിഫിക്കേഷൻ PG ഒക്കെ ഉള്ളവർക്ക് എഴുതാം. ഇനി +2 ലെവലിൽ വരുന്നതാണ് CHSL. അപ്പോൾ CHSL ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12th മുകളിലേക്ക് എന്ത് ക്വാളിഫിക്കേഷൻ, 12th അത് കഴിഞ്ഞിട്ട് ഡിഗ്രി PG അങ്ങനെ എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ആ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 10th മുകളിൽ മിനിമം SSLC അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റിയ എക്സാമാണ് SSC MTS എന്ന് പറയുന്നത്. അപ്പോൾ SSC MTSൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. ആപ്ലിക്കേഷൻ റിലീസ് ആയത് 26-ാം തീയതി ആയിരുന്നു. ജൂലൈ 24 വരെ നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 25 ആണ്. അപ്പോൾ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓർക്കുക, സ്ത്രീകൾക്ക് അതായത് പെൺകുട്ടികൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് പൈസയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൺകുട്ടികൾക്കാണെങ്കിലും 100 രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ആൾക്കാർ, ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമുക്കറിയാം ലൈവ് ഫോട്ടോ ആണ് നമ്മൾ ഇതിനെ അപ്ലോഡ് ചെയ്യേണ്ടത് MySSC ആപ്പ് ഉപയോഗിച്ച്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം ഇതുവരെ ഫോം ഫില്ല് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. തെറ്റുകളൊന്നുമില്ലാതെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. കാരണം ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സാം എഴുതാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി എക്സാമിന് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കുക, നമുക്ക് ദിശ അക്കാഡമി SSC MTSൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6000 റുപ്പീസിൻ്റെ കോഴ്സ് ഇപ്പോൾ 4999 റുപ്പീസിനാണ്. കുറച്ച് ദിവസത്തേക്ക് ഈ ഒരാഴ്ചത്തേക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നത് പ്രമാണിച്ച് ഈ ഒരാഴ്ചത്തേക്ക് ഏകദേശം 4999 നമ്മൾ ഈ കോഴ്സ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8075753676 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ssc.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ssc.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വെബ്സൈറ്റ് വരും. ഈ വെബ്സൈറ്റിനകത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി കിട്ടുക, ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇനിയുള്ളൊരു 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് ബാക്കി കാണാം. ഇനി ഇതുവരെയും SSC എക്സാംസിന് അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ രജിസ്റ്റർ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നത് ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും. നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളുടെ പേര്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾക്കൊരു പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് രണ്ടാമത് നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ, അവർ തരുന്ന പാസ്വേഡ് അല്ലാതെ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു പാസ്വേഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ അഡീഷണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ നാഷണാലിറ്റി, അഡ്രസ്സ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് 1 ടൈം രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതുവരെയുമുള്ള നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും നിങ്ങൾക്കിതിൽ കൊടുക്കാം. ഓരോ എക്സാമിനും അനുസരിച്ച് അവർ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളത് മാറ്റിയും തിരിച്ചുമൊക്കെ തന്നോളും. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വരെ 10th, +2 ഡിഗ്രി വരെയുള്ള എല്ലാ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. അവസാനം നമ്മൾ ജസ്റ്റ് ഡിക്ലറേഷൻ ചെയ്യുക. അതിനുള്ള ഫോമൊക്കെ അവിടെ ഒന്ന് ടിക്ക് ചെയ്താൽ മതി. നമ്മൾ കൊടുത്ത എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണെന്നാണ് ഡിക്ലറേഷനിലുള്ളത്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ 1
ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്ത് ഇതാ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് വരിക. പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ സമയത്ത് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ആധാർ കാർഡ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഉണ്ടെന്ന് തന്നെ പറയണം, ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പറൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ആധാറിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഇവിടെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു OTP വരും. ആ OTP കൂടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്കായിരിക്കും ഈ OTP വരിക. അങ്ങനെ ആധാർ വെരിഫിക്കേഷൻ ഇപ്പോൾ എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കമ്പൽസറിയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേജിലേക്ക് വരാം. ഈ പേജിലേക്ക് വന്നിട്ട് എഗെയിൻ ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ പുതിയ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്, അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്ത സമയത്ത് രജിസ്ട്രേഷൻ നമ്പർ വന്ന് കടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പോർട്ടൽ SSC ഇത് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് നേരത്തെയുള്ള രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പാസ്വേഡ് സപ്പോസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് പാസ്വേഡ് കൊടുത്തിട്ട് പാസ്വേഡ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു പേജാണ് നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഈ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഇപ്പോൾ ലൈവിലായിട്ടുള്ള എല്ലാ എക്സാമുകളും വരും. ഇതൊരു ഗോൾഡൻ ടൈമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. SSCയുടെ എല്ലാ എക്സാംസിൻ്റെയും അപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. ഇപ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം CHSL അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന മൾട്ടി ടാസ്കിങ് MTS ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ 4 എക്സാംസ് ലൈവാണ്. നമ്മൾ MTSൻ്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ മൾട്ടി ടാസ്കിങ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ അപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ MTSൻ്റെ രജിസ്ട്രേഷനിലേക്ക് പോകും. അപ്പോൾ MTSൻ്റെ രജിസ്ട്രേഷനിൽ പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പൈൻഡ് മൾട്ടി ടാസ്കിങ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എന്നുള്ള MTS എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ലൈവായിട്ടുള്ള 4 എക്സാംസും കാണാൻ പറ്റും. മൾട്ടി ടാസ്കിങ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇവിടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. വൺ ടൈം രജിസ്ട്രേഷന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ വന്ന് കിടക്കും കേട്ടോ. നമ്മുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര്, ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ജെൻഡർ, കാറ്റഗറി, അതുപോലെ തന്നെ നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഡിസബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത്. ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ടുണ്ടാവും നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് നാഷണാലിറ്റി, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, വേറെ ഇന്ത്യൻ അല്ലാതെ വേറെ നാഷണൽസ് ആണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ ബോർഡ്, 10ാം ക്ലാസ് പാസ്സായ ഇയർ, റോൾ നമ്പർ, പെർമനൻറ്റ് അഡ്രസ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, കറസ്പോണ്ടൻസ് അഡ്രസ്സ്, നമ്മുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ അടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പിൻകോഡ്, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഈ 3 കാര്യങ്ങൾ കൂടി കൊടുക്കണം കേട്ടോ. ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് സേവ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകാവുന്നതാണ്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഫ്രഷ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. വൺ ടൈം രജിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കും. ഇപ്പോൾ ഞാൻ PG ഉള്ള ആളാണെങ്കിൽ എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ PG ആണ്. അടുത്ത്
ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഈ എക്സാം എഴുതാൻ വേണ്ടി എനിക്കുള്ളത് എന്താണ്? എനിക്ക് വേണ്ടത് 10th ആണ്. അപ്പോൾ അത് 10th ആണ്, മെട്രിക്കുലേഷൻ ആണെന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നമുക്കുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കുക. ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഈ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഇപ്പോൾ 10th ക്ലാസ് ആണെങ്കിൽ 10th ക്ലാസ് പാസ്സായ ഇയർ, ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബോർഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അത് കഴിഞ്ഞ് നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, റോൾ നമ്പർ, പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ്റെ സ്ഥലത്ത് നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിക്കും. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏജ് റിലാക്സേഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. OBC കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ നമുക്ക് കിട്ടും. നോർമൽ MTSൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് SSC MTSനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഈ കൂട്ടത്തിൽ തന്നെയാണ് ഹവൽദാറിൻ്റെ എക്സാമും വരുന്നത്. അതായത് രണ്ടും ഒറ്റ എക്സാമാണ്. നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ MTS ജോലി കിട്ടും അല്ലെങ്കിൽ ഹവൽദാറിൻ്റെ ജോലി കിട്ടും. എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഹയസ്റ്റിൽ MTS വെക്കുന്നതാണ് നല്ലത്. കാരണം അത് ഓഫീസ് ജോലിയാണ്. ഹവൽദാർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ എന്താ പറയുക, കുറച്ച് ഔട്ട്ഡോർ ജോലിയായിരിക്കും വരിക. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി MTS ആണ്. അപ്പോൾ ഓപ്ഷൻ ഫിൽ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം MTS വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ MTSനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഹവൽദാർ ആണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഓർത്തോളുക, നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെല്ലാം തന്നെ 3 വർഷത്തെ, അതായത് MTS നിങ്ങൾക്ക് 25+3 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഹവൽദാർ 27+3 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SC ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം, അതായത് MTSന് 25+5 നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഹവൽദാർ ആണെങ്കിലോ 27+5 വരും. 27+5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 33 വയസ്സ് വരെയൊക്കെ 32 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതിനുശേഷം ഏജ് റിലാക്സേഷൻ കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OBC SC ST അങ്ങനെ വരും. നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ചോദിക്കുകയാണ്, ഡു യു വോണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ആക്സസിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേം ഓഫ് DOPT OM എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് എസ് കൊടുക്കുക. എസ് കൊടുത്തിട്ട് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ 2 ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ അഡീഷണൽ ഇൻഫർമേഷൻ 2 എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സാം സെൻറ്ററിൻ്റെ പ്രിഫറൻസുകളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് KKR എന്ന് പറയുന്ന റീജിയനിലാണ് നമ്മളുടെ ഇപ്പോൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം, കർണാടക ആ ഒരു റീജിയനൊക്കെ വരുന്നത് KKR റീജിയനിലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് K എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ KKRൻ്റെ ഇടയിൽ വരുന്ന സ്ഥലങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ കൊടുത്തത് ട്രിവാൻഡ്രം, കൊല്ലം, കണ്ണൂരാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള സെൻറ്റേഴ്സ് ഇവിടെ കൊടുക്കാം. 3 ഓപ്ഷൻ വരെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. SSC MTS നമുക്കറിയാം, നമുക്ക് ഒരുപാട് ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജുകളിൽ എക്സാം എഴുതാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, മലയാളത്തിൽ എഴുതാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. വെരിഫൈയും ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കുക. അതിനുശേഷം ഫിസിക്കൽ ലിമിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എസ് ഓർ നോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രൈബ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ബിഹാഫിൽ നമ്മൾ എക്സാം എഴുതാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്ക്രൈബ് എസ് കൊടുക്കാം. അല്ലാത്തവർക്കൊക്കെ സ്ക്രൈബ് നോ ആണ് വരിക. നോർമലി ഉള്ള, അതായത് ഡിസബിലിറ്റീസ് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ക്രൈബ് സപ്പോർട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നോ കൊടുക്കാം. നോ കൊടുത്തിട്ട്, അതായത് ഡിസബിലിറ്റി ഇല്ലാന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഓഫായിട്ടാണ് വരിക. നോ പിന്നെ അവിടെ കൊടുക്കാൻ എസ് നോ ഒന്നും ഓണായി വരത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട ഒരു ഭാഗം വരും. ഇതിൻ്റെ താഴെ അഡീഷണൽ ഇൻഫർമേഷൻ 2ൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇങ്ങനെ ഒരു പേജ് കാണും. ഇത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കോഡുകൾ കാണാൻ പറ്റും. ഇതാണ് MTSൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കണ്ടോ, 11 ഹവൽദാർ CGST ചണ്ഡീഗഡ്, 12 MTS ചണ്ഡീഗഡ്,
13 MTS ഹരിയാന. ഇങ്ങനെ ഓരോരോ കോഡും അതിൻ്റെ പോസ്റ്റുമായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ അനുസരിച്ച്. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ MTS ആദ്യം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ പ്രിഫറൻസുകൾ നോക്കാം, നമ്മുടെ വീടിനടുത്ത് വരുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ 68ഉം 66ഉമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ട്രിവാൻഡ്രത്ത് വരുന്ന പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് വേണം വെക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ആദ്യം MTS ചണ്ഡീഗഡാണ് വരുന്നതെങ്കിൽ ഇവിടെ 12 വെക്കുക. അതിനുശേഷം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് MTS ഹരിയാന ആണെങ്കിൽ ഇവിടെ 13 വെക്കുക. അതിനുശേഷം നിങ്ങൾ ഹവൽദാർ ചണ്ഡീഗഡ് ആണെങ്കിൽ 11 വെക്കുക. ഇങ്ങനെ ആ ഓർഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് വെച്ച് പോവുക. വെച്ച് പോയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വരെയും ഇത്ര ഓപ്ഷൻസ് ഫില്ല് ചെയ്യാം. ഇഷ്ടമുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സപ്പോസ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ കേരളത്തിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണോ അത്രയും ഓപ്ഷൻസ് വെച്ചിട്ട് ബാക്കി എല്ലാ കോളത്തിലും എക്സ് ഇട്ട് കൊടുക്കാം. ഒരു കോളത്തിൽ എക്സ് ഇടുമ്പോൾ തന്നെ ബാക്കി എക്സ് എല്ലാം ഓട്ടോ ഫില്ല് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കോളത്തിൽ എക്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾ എല്ലാ ഓപ്ഷൻസും ഫില്ല് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജോലി വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നവർ എല്ലാ ഓപ്ഷൻസും ഫില്ല് ചെയ്യുക. പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് നോക്കുക. അതായത് വീട്ടിനടുത്തുള്ളത്, MTS പോസ്റ്റാണോ, കേരളത്തിൽ തന്നെയാണോ, ഇങ്ങനെ നിങ്ങൾക്ക് പോയി എത്താൻ, അതായത് ജോലി കിട്ടുന്നത് വരെയും എല്ലാവരുടെയും ബുദ്ധിമുട്ട് ജോലി ഇല്ലാത്തതാണ്. നമ്മൾ വിചാരിക്കും എപ്പോഴാണ് വേണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യും, നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയെന്ന്. പക്ഷെ ജോലി കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെയൊന്നും ഒരു മിസ്റ്റേക്കും വരരുത്. നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ, എവിടെയാണോ നിങ്ങൾക്ക് ജോലി വേണ്ടത്, അതേ ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ അഗെയിൻ പറയുകയാണ്, MTS ആദ്യം ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ട് ഓഫ് കൂടുതൽ MTSനായിരിക്കും. MTS ജോലി കിട്ടാനുള്ള മാർക്ക് നിങ്ങളില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹവൽദാറിലോട്ട് വന്നോളും. പക്ഷേ നിങ്ങൾ ആദ്യമേ ഹവൽദാർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് MTSനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് കിട്ടില്ല. അപ്പോൾ പ്രിഫറൻസ് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ജോലി, പ്രിഫർ ചെയ്യുന്ന സ്ഥലം വേണം ഏറ്റവും ആദ്യം വെക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻസ്, പ്രിഫറൻസുകൾ ഫില്ല് ചെയ്യുന്നതിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ മൈ എസ് എസ് സി ആപ്പിൻ്റെ ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ ഒന്നുകിൽ ഈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് മൈ SSC ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് മൈ SSC, ക്രോം അല്ല പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മൈ SSC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ അഗെയിൻ മൈ SSC ആപ്പിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ നോക്കുക. ഡാഷ്ബോർഡിനകത്ത് ഗോ ടു മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ കാണും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അത് കൃത്യമായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്പെക്റ്റീവ് എക്സാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആധാർ വെരിഫിക്കേഷൻ ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഉണ്ടാവുക, മൈ SSC ആപ്പ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾ എക്സാംസ് എന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. CHSL, STENO, JEE ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. താഴെ നിങ്ങൾക്ക് കണ്ടോ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് MTS ആണ് വേണ്ടത്, മൾട്ടി ടാസ്കിങ് ആണ് വേണ്ടത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് മൈ ആപ്ലിക്കേഷൻസ്. അപ്പോൾ മൈ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പകുതി ചെയ്ത് വെച്ചിട്ടുള്ള MTS ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ആധാർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കാണും. ആധാർ വെരിഫിക്കേഷൻ ഒന്നുമില്ല, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓണായി വരും. നമ്മൾ ഓണാക്കി ഫേസിൽ വെച്ചിട്ട് ജസ്റ്റ് കണ്ണടയ്ക്കാൻ, ചിലപ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയും. ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ ആധാർ വെരിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നടന്നോളും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലൈവ് ഫോട്ടോ എടുക്കണം. ആധാർ വെരിഫിക്കേഷൻ ഇതാണ് ആധാർ വെരിഫിക്കേഷൻ. അപ്പോൾ അതാണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്യാമറ ഓണായി വരും. ക്യാമറ ഓണായി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫേസ് അതിലേക്ക് കാണിക്കുമ്പോൾ ഇത് സക്സസ്ഫുൾ ആയെന്ന് പെൻഡിങ് എന്നുള്ള സ്ഥലത്ത് സക്സസ്ഫുൾ ആയെന്ന് കാണിക്കും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്കുള്ളത്
ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനാണ്. ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ലൈവായിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഫോട്ടോ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എഗെയിൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്യാമറ ഓൺ ആവും. വെട്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കുക. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറാണ് അല്ലെങ്കിൽ വെള്ള കളറൊക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കുക. ഇയേഴ്സൊക്കെ വിസിബിൾ ആയിരിക്കണം. സ്പെക്സ് വെക്കാൻ പാടില്ല, തൊപ്പി വെക്കാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇങ്ങനെയൊക്കെ ഫോൺ വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ പാടില്ല. നേരെ ഫേസിന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കുക. ഒരുപാട് പൊക്കിയും താഴ്ത്തിയും വെക്കരുത്. ക്യാമറ ഐ ലെവലിൽ വരുന്നത് പോലെ ഫോൺ വെക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡേഴ്സ് വരെ, മിനിമം ഷോൾഡേഴ്സ് വരെയെങ്കിലും കിട്ടുന്നത് പോലെ നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ആവും. സിഗ്നേച്ചർ നിങ്ങൾ നേരത്തെ ഇട്ട് സ്കാൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ 10 to 20 KB ഇടയിലുള്ള സിഗ്നേച്ചറാണ് വേണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇവിടെ താഴെ സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ കാണും. എഗെയിൻ അതുപോലെ ഇതിന് തൊട്ട് താഴെയാണ് കാണുക. ഫോട്ടോ എന്ന് കൊടുത്തതുപോലെ തന്നെ ക്യാപ്ചർ സിഗ്നേച്ചർ എന്ന് കാണും. ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗാലറിയിൽ നിന്നുമുള്ള സിഗ്നേച്ചർ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് പ്രിവ്യൂ ഫോമാണ് കിട്ടുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോയും ഒക്കെ കാണിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധയോട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഇൻഫർമേഷൻസും സത്യമാണെന്നുള്ള രീതിയിൽ ഇവിടെ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. വായിച്ച് നോക്കുക. ഐ എഗ്രി കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ച ഉണ്ടായിരിക്കും. അത് താഴെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിസീവ് ആവും. എന്നിട്ട് ഇങ്ങനെ കാണിക്കും ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി, കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഇനി പേയ്മെൻറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഗൂഗിൾ പേ വഴിയൊക്കെ നോർമലി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പെൺകുട്ടികൾക്ക് പേയ്മെൻറ്റ് ഇല്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഇതോടുകൂടി കംപ്ലീറ്റ് ആവും. എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇത് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ തന്നെ കാണിച്ചോളും. കുറച്ച് കാലം വരെയും ഇങ്ങനെ തന്നെയായിരിക്കും കിടക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. വെരിഫിക്കേഷൻ പെൻഡിങ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും കുറച്ച് നാൾ വരെയും നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പിയർ ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ആദ്യം തന്നെ 1 ടൈം പാസ്വേഡ് കൊടുക്കുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം രണ്ടാമത് ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ എന്ന് പറയുന്ന ഏരിയയിൽ പോയിട്ട് MTS ഓപ്പൺ ചെയ്യാം. MTS ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് വേണം. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സപ്പോസ് നിങ്ങൾ ആ മൊബൈൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൊബൈൽ നമ്പർ ലൂസായിപ്പോയി, പണ്ടത്തതൊക്കെയാണ്. ഇപ്പം അങ്ങനെ ആധാറുമായിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ഫോൺ നമ്പർ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അക്ഷയയിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ OBC അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിൽ പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ OBC നോൺ ക്രിമിനൽ എയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതേ സമയത്ത് തന്നെ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ക്രൂഷ്യൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അതും കൂടെ വാങ്ങി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് ഈ OBC സർട്ടിഫിക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തഹസിൽദാറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പ്രത്യേകം പറയുക. നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടുക. പക്ഷേ SSC എക്സാംസിന് തഹസിൽദാറുടെ സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ തഹസിൽദാറുടെ വേണമെന്ന് പറഞ്ഞാൽ മതി, അവരങ്ങനത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ മാക്സിമം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനി ഒരു കോഴ്സ് ഉണ്ട്, നിങ്ങൾക്കതെടുത്ത് പഠിക്കാം. എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല കണ്ടൻറ്റ്, നിങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടാത്ത അത്രയും നല്ല കണ്ടൻറ്റ് ഈ ആപ്പിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഇനി അത്യാവശ്യം സമയമുള്ളത് MTS എക്സാമിനാണ്. ഡിറ്റർമിനേഷനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്. Happy learning. Bye.